ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കുബ്ജയെ കാണുന്നു. രഥത്തിലിരുന്നപ്പോഴെല്ലാം ഉദ്ധവന്റെ മനസ്സിൽ ഗോപികമാരുടെ വാക്കുകളും രാധയുടെ മൗനവും നിറഞ്ഞു നിന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ഭക്തിയുടെ 2 വശങ്ങളോർത്ത് ഉദ്ധവൻ അതിശയിച്ചു. ഭഗവാനോടുള്ള പ്രേരണ ഏതു രീതിയിലായാലും അന്തിമ സാക്ഷാത്കാരം മോക്ഷത്തിൽ നിമഗ്നമായിരിക്കുമെന്ന് ഉദ്ധവൻ ഗോപികമാരുടെ ഭക്തിയിലൂടെ അറിഞ്ഞു. അന്ന് സായാഹ്നത്തിൽ ആനന്ദം ഉള്ളിലൊതുക്കി ഉദ്ധവൻ മധുരയിലെത്തി. കേശവൻ വസുദേവരുടെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ധവനെ കണ്ട നിമിഷം തന്നെ വൃന്ദാവന സുന്ദരൻ ഓടി വന്ന് വിശേഷങ്ങൾ തിരക്കി. വിനയാന്വിതനായി ഉദ്ധവനെല്ലാം ധരിപ്പിച്ചു. രാധയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ മാത്രം കണ്ണന്റെ വദനത്തിൽ കളിയാടിയിരുന്ന പുഞ്ചിരി തെല്ലുനേരത്തേക്ക് മാഞ്ഞു. പിന്നെയും വദനം പുഞ്ചിരി കൊണ്ട് അഞ്ചിതമായി. ഉദ്ധവൻ ഉപഹാരങ്ങൾ അർപ്പിച്ച ശേഷം തൻ്റെ ഭവനത്തിലേക്ക് പോയി. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ ചിന്തിച്ചു. എന്താണ് ഭക്തിയെന്ന് ഉദ്ധവനെ ധരിപ്പിക്കണം. ശ്രേഷ്ഠനും വിശ്വസ്തനും ഭക്തനുമാണ് ഉദ്ധവൻ. പക്ഷേ ഭക്തിയിൽ ഉദ്ധവൻ സൈരന്ധ്രിയേക്കാൾ താഴെയാണ്. വിശ്വാസമാണ് ഭക്തിയുടെ കാതൽ. സ്നേഹമാണ് ഭക്തിയെ ഉറപ്പിച്ചു നിർത്തുന്നത്. സ്നേഹിക്കുമ്പോൾ സ്നേഹം നൽകുന്ന വ്യക്തിയെ അറിയണമെന്നുണ്ട്. പക്ഷേ ഭക്തിയിൽ ആ സത്തയെ ആദ്യം അറിയുവാനാവുകയില്ല. വിശ്വാസിക്ക് മാത്രമേ രക്ഷ വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് കുബ്ജയുടെ ഭക്തി ഉദ്ധവനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ചിന്തയുടെ അന്ത്യത്തിൽ മുരഹരി ഉദ്ധവനെ വരുത്തി ഇങ്ങനെ പറഞ്ഞു. ഉദ്ധവ, ഇന്ന് സായാഹ്നത്തിൽ നമുക്കൊരിടം വരെ പോകണം. കാലം തെറ്റാതെ എത്തിക്കൊണ്ടാൽ മതി. സായാഹ്നത്തിൽ വന്നുകൊള്ളാമെന്നുറപ്പിച്ച് ഉദ്ധവൻ പിന്തിരിഞ്ഞു. മധുരാപുരിയുടെ പ്രാന്തത്തിലുള്ള ഒരു സ്ഥലത്താണ് കുബ്ജ വസിക്കുന്നത്. കൃഷ്ണനിൽ നിന്നും കാരുണ്യം സിദ്ധിച്ചതു മുതൽ ആ മനോഹര കളേബരത്തെ ഓർത്ത് കഴിയുകയാണ് അവൾ. മയിൽപീലി ചൂടി വിളങ്ങുന്ന സുന്ദര രൂപനെ രതിവിലാസം കലർന്ന് അവൾ ഭജിക്കുന്നു. ഏത് നിമിഷവും അവൾ കാണുന്നത് പ്രിയരൂപനായ കേശവനെയാണ്. മാധവന്റെ ഓരോ അംഗവും അവൾ മനസ്സിലിട്ട് താലോലിക്കും. ആ വാർ നെറ്റിയിൽ മുത്തമിടുവാൻ എന്തു രസമായിരിക്കും! വാർക്കുനു ചില്ലികളിൽ വിരലോടിക്കുവാൻ എന്ത് ആമോദമായിരിക്കും! ആ ചുണ്ടിൽ അധരം അണയ്ക്കുവാൻ എന്ത് ആനന്ദമായിരിക്കും! വനമാലയും കൗസ്തുഭവും കാന്തി കൊടുക്കുന്ന വിരിമാറിൽ മുഖം പൊഴുത്തി പുഞ്ചിരിക്കുവാൻ എന്തു രസമായിരിക്കും! മണ്ണുകൊണ്ട് കണ്ണന്റെ മുഖമുണ്ടാക്കി അതിനു മുന്നിൽ കുബ്ജ നൃത്തം ചെയ്തു. ആ രൂപത്തോട് സ്വകാര്യം പറഞ്ഞു, പരിഭവിച്ചു. തൻ്റെ നികടത്തിൽ നിത്യവും എത്താതിരിക്കുന്നതിന് പരാതി പറഞ്ഞു. സ്തനതടങ്ങൾ ആ മുഖത്തിലമർത്തി ലജ്ജ കൊണ്ട് സ്വയം ചുരുങ്ങി അവൾ രതിയുടെ സ്വർഗകവാടങ്ങൾ തുറന്നു. അനന്തമായ ആമോദം മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു. കണ്ണാ, പ്രിയ കണ്ണാ, എന്നെ താലോലിക്കൂ. എന്നിലെ എന്നെ പൂർണ്ണയാക്കൂ. ഇന്ദ്രനീല കളേബര, എന്നിൽ ആമഗ്നനാവൂ. ഇങ്ങനെ പറഞ്ഞ് അനന്തതയിൽ നിന്നും കണ്ണനെ മനസ്സുകൊണ്ട് ആവാഹിച്ച് രതിപൂർണയായി അവൾ നിശ്ചലയാകും. മൗനത്തിൻ്റെ കനത്ത വാത്മീകത്തിലിരിക്കുന്ന കുബ്ജ എത്രയോ നിമിഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ ഉണരുക. സായാഹ്നമായപ്പോൾ ഉദ്ധവനെത്തി. തേര് ഒരുങ്ങി നിന്നിരുന്നു. കേശവൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് രഥം ഉരുണ്ടു. എവിടെ പോകുന്നുവെന്ന് ഉദ്ധവൻ ചോദിച്ചില്ല. കേശവൻ പറഞ്ഞതുമില്ല.
കൃഷ്ണൻ നിർദ്ദേശിച്ചതനുസരിച്ച് ചെറിയ ഒരു തെരുവിൻ്റെ കോണി തേരു നിന്നു. രഥത്തിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഇടം മാത്രമേ ആ വീതിക്കുള്ളൂ. കണ്ണനും ഉദ്ധവനും ഇറങ്ങി. അവർ ഒരു ചെറിയ ഭവനത്തിൻ്റെ അങ്കണത്തിലേക്ക് കയറി ചെന്നു. കേശവൻ മുമ്പേ, ഉദ്ധവൻ പിന്നാലെ. പാദപതന ശബ്ദം കേട്ടായിരിക്കും ഒരു മോഹനഗാത്രി പുറത്തേക്ക് വന്നു. ചുരുണ്ടു നീണ്ട കുനുകുന്തളാവലി അറ്റം മെടഞ്ഞ മാധവിപ്പൂക്കൾ വിതറി പിന്നിൽ തള്ളിയിരുന്നു. കുറുനിരത്തുമ്പുകൾ ലോലമായ കണ്ടസ്ഥലത്ത് ഉരസുന്നുണ്ടായിരുന്നു. പനിമതിക്കൊത്ത വദനാംബുജം ആഗതരെ കണ്ട് അത്ഭുതം കൊണ്ട് അരുണവർണ്ണമായി. സുന്ദരിയും മൃദുലഭാഷിണിയുമായ അവളെ ഉദ്ധവൻ ഓർമ്മയിൽ തിരഞ്ഞു. എത്ര ആലോചിച്ചിട്ടും ആ സുന്ദരി ഏതെന്ന് വ്യക്തമായില്ല. മന്ദാക്ഷഭാവത്തോടെ ആ മധുഗാത്രി മനോഹര രൂപനായ കാർമുകിൽ വർണ്ണന്റെ പാദത്തിൽ അഷ്ടാംഗം ബന്ധിച്ച് നമസ്കാരം നടത്തി. കൃഷ്ണൻ അവളെ ഉടനെ ഉയർത്തി. സുന്ദരിയായ അവളുടെ കൺകോണിൽ തുറ്റിട്ടു നിന്ന ആമോദ ബിന്ദുക്കൾ തുടച്ചു കളഞ്ഞു. ഉദ്ധവനെ ആ മനോഹരാംഗി ഉപചരിച്ചൊരു പീഠത്തിലിരുത്തി വളരെ മൃദുവായി ചോദിച്ചു, ഭവാന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഉദ്ധവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഭവതിയെ ഓർക്കുവാൻ കഴിയുന്നില്ല. കേശവന്റെ അനുവാദത്തോടെ അവൾ പറഞ്ഞു, മഹാനുഭാവ, എൻ്റെ നാമം അങ്ങ് അറിയുന്നതാണ്. കുബ്ജ എന്ന് എന്നെ എല്ലാവരും വിളിച്ചിരുന്നു. കംസന്റെ കൊട്ടാരത്തിൽ ഇടയ്ക്ക് കയറി ഉദ്ധവൻ തടഞ്ഞു. എനിക്ക് ആ ചരിത്രം സുവ്യക്തമാണ്. പക്ഷേ കേശവന്റെ അനുഗ്രഹം ലഭിച്ചതിനു ശേഷം ഞാൻ ഭവതിയെ കണ്ടിട്ടില്ലല്ലോ. അതുമൂലമുണ്ടായ അറിവുകേടാണ്. എന്നോട് പൊറുക്കണം. കുബ്ജ പറഞ്ഞു. അങ്ങ് മാപ്പ് പറയുകയോ? വേണ്ട, ഈ കുബ്ജ ഇന്നും നിങ്ങളെ ബഹുമാനിക്കേണ്ടവളാണ്. വേദങ്ങളും നീതിശാസ്ത്രങ്ങളും അറിയാത്ത നിരക്ഷരയാണ് ഞാൻ. എനിക്ക് മാധവൻ തന്ന അനുഗ്രഹം മാത്രമുണ്ട്. അഥവാ എന്നിൽ മാധവൻ മാത്രമേ ഉള്ളൂ. വാക്കും പൊരുളും പോലെ ഞാനും മാധവനും ചേർന്നിരിക്കുന്നു. എൻ്റെ ഓർമ്മകളും നിമിഷങ്ങളും കേശവനുള്ളതാണ്. കേശവനുള്ളത് മാത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ കേശവനെ ഉപചരിക്കുവാൻ തുടങ്ങി. മാധവനെ അകത്തെ അങ്കണത്തിൽ ക്ഷണിച്ച് ഉപചരിച്ചിരുത്തി. കുളിർമയുള്ള പരിമളത്തൈലം കൊണ്ട് ആ പങ്കജ നേർമുഖി പങ്കജലോചനന്റെ തങ്കപ്പൂ മൃദുമേനി ആസകലം പരിസേവനം ചെയ്തു. സുരഭില സൂനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ മനോരഞ്ജകമായ ഒരു മാല അവൾ മാരസുന്ദരനെ അണിയിച്ചു. പൊൻതാല വൃന്ദത്താൽ അവൾ അവനെ പരിവീജനം ചെയ്തു. അനന്തരം അദ്ദേഹത്തെ രത്നപര്യങ്കത്തിലിരുത്തി ഒരു ദാസി എന്ന പോലെ പാദങ്ങളിൽ വീണു. കൃഷ്ണന്റെ അഭീഷ്ടത്തിന് കാത്തുനിന്നു. ആരാണ് കേശവനെന്നറിയാതെ അദ്ദേഹത്തിൽ പ്രഭ തൂകി നിന്ന അലൗകിക സൗന്ദര്യകാന്തി കണ്ട് ഭ്രമിച്ച് മദനലീലയാടുവാനുള്ള അഭിലാഷമായിരുന്നു ആ അഭിരാമരൂപിണിയുടെ അന്തരംഗത്തിൽ അപ്പോൾ നുരയിട്ടുണർന്നു വന്നു കൊണ്ടിരുന്നത്. കേശവൻ അവളുടെ മനമറിഞ്ഞു. ഭൗതിക ജീവിതത്തിൽ മറ്റൊന്നിലും ചിന്ത ചെല്ലുവാനാവാത്ത തരുണാവസ്ഥയിൽ കാമകോമളനായ ഒരു യുവാവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ ആ യുവതിക്കുണ്ടാകുന്ന ഹാവഭാവങ്ങൾ മാത്രമാണ് കുബ്ജയിലും ജാതമായത്. അതിനവളെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും? രാവും പകലും രതികോമളനായി തന്നെ ദർശിച്ചിരുന്നവളാണ് കുബ്ജ എന്ന് കേശവൻ ഓർത്തു. കുബ്ജയെ തൻ്റെ സമീപത്തിലിരുത്തി മധുരമായി മാധവൻ പറഞ്ഞു, ഭദ്രേ, നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു. നീ ഇച്ഛിക്കുന്നത് നൈമിഷികമായ വിഷയസുഖത്തെയാണ്. പ്രായം തികയാത്ത ഒരു ബാലനായ ഞാൻ മുഗ്ധയും പ്രൗഢയുമായ നിന്നോടുകൂടി രതിലീല ആടുന്നത് ധർമ്മമാണോ? അത് ശരിയാണോ? നിനക്കിങ്ങനെ വിചിത്രമായ ഒരു ചേതോവികാരം ഉണ്ടാകുവാൻ കാരണമെന്ത്? നീ അറിയേണ്ടത് സാക്ഷാത്കാര സുഖമായ രതിയാണ്. ഇങ്ങനെ ഉര ചെയ്തുകൊണ്ട് ആ പരമാനന്ദമൂർത്തി പരിതപ്ത മാനസയായി തീർന്ന ആ മടവാർമണിയുടെ പൂവുടലാകെ തൻ്റെ കരപല്ലവങ്ങളാൽ തടവി ആനന്ദിപ്പിച്ചു. അതോടുകൂടി അവളുടെ അകമലരിനെ മതിച്ചുകൊണ്ടിരുന്ന മന്മഥ ചിന്തകൾ മറഞ്ഞുപോയി. അവളിൽ അവാച്യമായ ഒരു ആനന്ദാനുഭൂതി ഉദയം ചെയ്തു. സാക്ഷാത്കാരത്തിൽ രതിസുഖം ഉദയം ചെയ്തു. അവളത് അനുഭവിച്ചു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. കുബ്ജയുടെ ഉടൽ കർപ്പൂരം പോലെ പരിശുദ്ധമായി. അവൾ പറഞ്ഞു,
പ്രഭോ, അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ അനുഗ്രഹിച്ചാലും കാലം എനിക്ക് തന്ന കാമഭാവം ഊർന്നുപോയി. എന്നിൽ വിശുദ്ധി നിറയുന്നു. സത്യത്തിൻ്റെ ആത്മഭാവം കനത്തു വരുന്നു. സൗമ്യതയുടെ സാന്ദ്രത ഏറുന്നു. എന്നിൽ തത്വബോധം ജനിച്ചിരിക്കുന്നു. പുഴു ചിത്രശലഭമായി മാറുന്നതുപോലെ ഞാൻ ഇതാ പൂർണ്ണ യോഗിനിയായിരിക്കുന്നു. മണ്ണുപോലെ ത്യജിക്കേണ്ട ഒന്നാണ് ഈ ശരീരം എന്നറിയുന്നു. വില കൂടിയ സൗരഭ്യ വസ്തുക്കൾ പുറമേ പൂശിയാലും വിശുദ്ധിയില്ലെങ്കിൽ മനം ശ്മശാനം തന്നെ. ആ ഓർമ്മ എൻ്റെ ഹൃദയത്തെ ചടുലമാക്കുന്നു. കൃഷ്ണ, എന്നെ നീ പൂർണ്ണയാക്കി. ആ പാദമലരിൽ ഒരു പൂമ്പൊടിയായി ഞാൻ ചേരുന്നു. ശ്രീകൃഷ്ണൻ അവളുടെ മനോമാലിന്യം അകറ്റി കുബ്ജയെ പരമപവിത്രയാക്കി. കൃഷ്ണൻ അവളെ ആലിംഗനം ചെയ്തു. സ്തനതടങ്ങൾ മാധവന്റെ മാറിൽ അമർന്നുരഞ്ഞു. അത്ഭുതമെന്നേ പറയേണ്ടു, കുബ്ജയിൽ ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവളുടെ രോമങ്ങൾ ചീർത്തില്ല. കൺകോണിൽ കാമബിന്ദുക്കൾ പൊടിഞ്ഞില്ല. കവിളിൽ പത്മപരാഗം പടർന്നില്ല. ചുണ്ടിൽ തേൻ നിറഞ്ഞില്ല. 2 മൃതപിണ്ഡങ്ങൾ ഏതോ പ്രതലത്തിൽ അമരും പോലെ അവൾക്ക് തോന്നി. മാധവന് ഒരു കാര്യം ബോധ്യമായി. ഒരു യോഗിനിക്ക് വേണ്ടുന്ന ശരീരത്തിൻ്റെ അടക്കം അവൾക്ക് ലഭിച്ചു കഴിഞ്ഞു. യോഗിനിയും മാതാവാകും. അത് ശരീരത്തിൻ്റെ കർമ്മം മാത്രം. അവരിൽ കാമം ഉണരില്ല. രതിലീലകളും അവർക്കില്ല. കുബ്ജയും മാതാവാകേണ്ടവളാണ്. മാധവൻ ഇങ്ങനെ ചിന്തിച്ച് യോഗനിഷ്ഠ കൊണ്ട് തൻ്റെ ബീജശക്തി അവളിലേക്ക് നയിച്ചു. ആനന്ദവും ശക്തിയും തന്നിൽ നിറയുന്നതായി കുബ്ജയ്ക്ക് തോന്നി. സാത്വികമായ ഒരു ഭാവം ഹൃദയത്തിൽ നിറയുന്നു. സന്തോഷത്തിൻ്റെ സൂക്ഷ്മഭാവമാണത്. എന്താണ് അതിൻ്റെ നാമം? എങ്ങനെയാണ് മറ്റുള്ളവർക്കത് വിശദീകരിച്ചു കൊടുക്കുക? കുബ്ജയ്ക്ക് അറിയുവാൻ കഴിയുന്നില്ല. ഒരു പൂവ് ആദ്യമായി വിരിയുമ്പോൾ ചെടിക്കുണ്ടാകുന്ന ആഹ്ലാദമുണ്ടല്ലോ, അതായിരുന്നു സൈരന്ധ്രിയുടെ മനസ്സിൽ. യോഗിനിയുടെ ആനന്ദം, പ്രകൃതിയുടെ ആനന്ദം. കുബ്ജ അറിയാതെ അവളുടെ നയനങ്ങൾ പൂരിതമായി. കവിളിലൂടെ ഒഴുകി സ്തനതടത്തിൽ വീണു. നിസ്സംഗയായി, നിസ്പൃഹയായി, നിശ്ചലയായി, നിരവധ്യ സൂക്ഷ്മാംഗിയായി അവൾ നിന്നു. കഴിഞ്ഞ നിമിഷം വരെയുള്ള കുബ്ജ ഇനിയില്ല. കേശവന്റെ സൂക്ഷ്മപ്രേമത്തിനുടമയാണിന്നു താൻ. ഭോഗരസം ഉണരാത്ത ഭോഗത്തിൽ കർമ്മകാണ്ഡത്തിന് കാതലായി നിൽക്കുവാൻ കാരണഭൂതൻ തന്നെ നിയോഗിച്ചിരിക്കുന്നു. കുബ്ജയുടെ ഭാവമാറ്റം ഉദ്ധവൻ മനസ്സിലാക്കി. പൊരുളിൻ്റെ പൊരുളായ മാധവനിൽ മനസ്സ് വെച്ച് ആ ശ്രേഷ്ഠൻ കുബ്ജയ്ക്ക് മംഗളം നേർന്നു. മാധവനും ഉദ്ധവനും മധുരയ്ക്ക് തിരിച്ചു. തൊഴുകൈയോടെ ഒരു താമര മുകുളമായി കുബ്ജ നിന്നു. ആ ചുണ്ടുകൾ മാധവനാമം ഉരച്ചു. ആ കണ്ണുകൾ ഇന്ദ്രനീല വർണ്ണനെ മാത്രം ഉൾക്കൊണ്ടു. ആ ഹൃദയം സാത്വികതയിൽ രമിച്ചു. ആ ഉദരം കേശവശക്തിയിൽ തുടിച്ചു. കാമശക്തി ദഹിച്ചു. പാപം പോയി. പരിശുദ്ധയായ കുബ്ജ യഥാകാലം ഒരു കുഞ്ഞിനു ജന്മം നൽകി. ഉപശ്ലോകൻ എന്ന നാമം നൽകി കുബ്ജ അവനെ വളർത്തി. നാരദ മഹർഷിയിൽ നിന്നും സന്യാസം സ്വീകരിച്ച് അവൻ മഹായോഗിയായി. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.